ഹലോ ഗൈസ്, ഇപ്പോൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി മാങ്ങയുടെ റെസിപ്പിയാണ്. അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള തൊലികൈപ്പൻ മാങ്ങയാണ് കേട്ടോ ഞങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ മാങ്ങയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. ആ മാവിൽ നിന്നാണ് ഞങ്ങൾ പറിച്ചെടുത്ത് അങ്ങനെ ജോബിൻ ചേട്ടൻ എനിക്ക് മാങ്ങയൊക്കെ കട്ട് ചെയ്ത് തരണം. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്യുന്നത്, എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മാങ്ങ കഴുകി വൃത്തിയാക്കിയ ശേഷം അത് നീളത്തിൽ നമ്മൾ കട്ട് ചെയ്യാണ്, തൊലി കട്ട് ചെയ്ത് കളയണില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായി ചൂടാക്കി കഴിയുമ്പോൾ നമ്മൾ വേപ്പിലിട്ട് കൊടുക്കുകയാണ്. വേപ്പിലേക്ക് നമ്മൾ വറ്റൽമുളക് പൊടിച്ചത് ചേർക്കാം, അല്ലെങ്കിൽ മുഴുവനോടെ വറ്റൽമുളക് ചേർക്കാം. ഞാൻ പൊടിച്ചതാണ് കേട്ടോ ചേർത്ത്. എന്നിട്ട് എല്ലാം കൂടി ചൂടാറിയ ശേഷം മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അതിനകത്തേക്ക് ആ വെളിച്ചെണ്ണയിലേക്ക് നീളത്തിലരിഞ്ഞ മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അധികം വാടിപ്പോയി അതിൻ്റെ ടേസ്റ്റ് കൂട്ടാം, അധികം വാടാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മുളകും അതുപോലെ വേപ്പില ആവശ്യത്തിന് ഉപ്പും മാങ്ങയും ചേർത്ത് നന്നായിട്ട് നമുക്ക് ഞെരടി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് വേണമെങ്കിൽ ഇനി ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ കായപ്പൊടിയും കൂടി ചെറുതായിട്ട് ചേർക്കാം കേട്ടോ. നല്ല പുളി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഈ സിനിമയൊക്കെ കണ്ട് ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ ലാലീസിൽ പോയിട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ കുറേ നാളായി ലാലീസിൽ ഫുഡ് കഴിക്കാൻ വന്നിട്ട്, അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറി. ആമൂസ് വൻ അലമ്പായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ കിടന്നെങ്കിലും പിന്നെ കിടന്നില്ല. നമ്മൾ കഴിച്ച ഫുഡ് പൊറോട്ടയാണ് കേട്ടോ. ഇവിടുത്തെ പൊറോട്ട നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ പൊറോട്ടയും അതുപോലെ തന്നെ അതിൻ്റെ കറിയായിട്ട് വാങ്ങിയത് ബോൺലെസ് ആയിട്ടുള്ള ചില്ലി ചിക്കൻ്റെ ഒരു കറിയാണ്. ആമൂസ് കുറച്ച് നേരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിടന്നെങ്കിലും പിന്നെ അലമ്പുണ്ടാക്കി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആമൂസിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെയർ വാങ്ങണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലാലീസ്റ്റ് തന്നെ അപ്പുറത്തെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ബേബീസിൻ്റെ ടോയ്സും സാധനങ്ങളൊക്കെ വാങ്ങുന്നിടത്ത് പോയിട്ട് ഇതാ നമ്മൾ ഈ റോസ് കളറാണ് എടുത്ത്. പിന്നെ ആമൂസിന് കളിക്കാനായിട്ട് ഇതാ ഈ രണ്ട് സാധനങ്ങളും കൂടി വാങ്ങി. അങ്ങനെ ഫൈനലി ഇതേ നമ്മൾ വീട്ടിലെത്തി. ആമൂസ് കുറച്ച് നേരമൊക്കെ അതിലിരുന്ന് കളിച്ചു. ആമൂസിന് ഇഷ്ടമായി. ഇനി ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ആമൂസിന് നമുക്ക് അതിൽ ഇരുത്താൻ പറ്റും. നല്ലതാണ് കേട്ടോ. അപ്പോൾ കുറച്ചുള്ളൂ. അപ്പോൾ അത്രയോട് ഇന്നത്തെ ഡേ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റ.